പൂത്തുലഞ്ഞോളം കാത്തതിലോ ഞങ്ങൾ സ്വപ്നത്തിലോ അകലെ അകലെ നീലാകാശം. മൂന്നാർ വിശേഷങ്ങളുടെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ വേഗം ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിയുന്നവരുള്ള വീഡിയോ ആണ് ഞാൻ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നത്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും നിന്നില്ല. ആ റിസോർട്ടിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞത് ആ റിസോർട്ടിൻ്റെ ബാക്കിൽ വലിയൊരു തേയിലത്തോട്ടം ഉണ്ടെന്നാണ്. ആ തേയിലത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പേര് വന്നില്ല. അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ നിന്നു. ബാക്കിയുള്ളവരെല്ലാവരും പുറപ്പെട്ടു. അത് അടുത്ത് തന്നെയുള്ളൊരു ഹോം സ്റ്റേ എന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിലൂടെ ഒരു ചെറിയൊരു വരാന്തയിലൂടെയൊക്കെയാണ് പോയത്. പോയി തുടങ്ങി കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഭയങ്കര തോന്നി കയറണ്ടായിരുന്നു എന്ന്. കാരണം ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കുത്തനെയുള്ളൊരു കയറ്റമായിരുന്നു. പിന്നെ പോണ വഴിക്ക് പല പല മരങ്ങൾ, വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ വീണ് കിടക്കണ്ടായിരുന്നു. ഫ്രൂട്ടാണോ എന്തോ എനിക്കറിയില്ല. പിന്നെ കയറ്റം ഭയങ്കര കഷ്ടമായിരുന്നു. പിന്നെ കടന്നൽക്കൂട് അതൊക്കെ കണ്ടു. പക്ഷെ കയറി ചെല്ലാനായിട്ട് നല്ല ബുദ്ധിമുട്ടി. കാരണം കുത്തനെയായിരുന്നു അതിൻ്റെ കയറ്റം. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ആയതുകൊണ്ടും റെസ്റ്റ് എടുക്കാനൊന്നും ടൈം കിട്ടാഞ്ഞുകൊണ്ടും ഭയങ്കരമായിട്ട് ഇതായിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ അത് ആ ഒരു കാഴ്ച നമുക്ക് മിസ്സാവുമായിരുന്നു. നല്ല വൈബായിരുന്നു, നല്ല സൂപ്പർ കാഴ്ചയായിരുന്നു. ഒരുപാട് വെറൈറ്റി ചെടികൾ. ഇങ്ങോട്ട് നോക്കിയാൽ തേയിലത്തോട്ടം, ഇവിടെ നോക്കിയാൽ ബീച്ചേട്ടൻ, എല്ലാം കാണാം. അവിടെ കണ്ടോ ബീച്ചേട്ടനെ കാണാം. ഇങ്ങോട്ട് നോക്കുമ്പോൾ പല പല കാഴ്ചകൾ. ഓ ഈ മുകളിലേക്ക് കയറിയപ്പോൾ എന്തൊരു ബ്യൂട്ടിഫുൾ. അകലെ അകലെ നീലാകാശം അലതല്ലും രാഗതീർത്ഥം അരികിലെന്റെ ഹൃദയാകാശം അലതല്ലും രാഗതീർത്ഥം. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ് ആ തേയിലത്തോട്ടം. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. നല്ല ഭംഗിയുണ്ടായിരുന്നു. തേയിലത്തോട്ടത്തിന് തേയിലകളുടെ ഉള്ളിൽ നിന്ന് ഫോട്ടോ കൊടുക്കാം, തേയിലയുടെ ഓടിക്കളിക്കാം. നല്ല ക്ലൈമറ്റ്, നല്ല തണുത്ത കാലാവസ്ഥയും. ശരിക്കും പറഞ്ഞാൽ മഞ്ഞുള്ള സമയത്തൊന്നും അല്ല നമ്മൾ വന്നേക്കണത്. എന്നാലും നല്ലൊരു കാലാവസ്ഥ. വെയിലുണ്ടെങ്കിലും നമുക്ക് നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ എനിക്ക് അവിടെ നിന്നിട്ട് പാട്ട് പാടാനായിട്ട് ഇങ്ങനെ തോന്നിയിട്ടേ പാട്ട് തന്നെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൂവള്ളിക്കുടിലിനുള്ളിൽ നിറഞ്ഞു പുഴയും വയലും പൊന്നോളം കാത്ത നെഞ്ചും പൂവാനം പൂത്തുലഞ്ഞേ. അപ്പൊ നമ്മൾ മറ്റേ പാട്ട് പാടും. സ്വർഗത്തിലോ ഞങ്ങൾ സ്വപ്നത്തിലോ. വരാത്തവർക്ക് നഷ്ടം. എൻ്റെ അയാന് ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ. പക്ഷെ പറഞ്ഞിട്ടേ എന്താ. അപ്പൊ ഗൈസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഞങ്ങൾ കണ്ടു. അടിപൊളി സൂപ്പർ. സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ അല്ലേടാ. അടിപൊളി എന്ന് വെച്ചാൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് അടിപൊളി. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലൂടെ നമുക്ക് ആ റിസോർട്ടിൻ്റെ ആള് നമുക്ക് കാണിച്ചു തന്ന സ്ഥലമാണ്. ഇതൊരു ഫുൾ ഒരു ഏരിയ ഞങ്ങൾ കവർ ചെയ്തു. ഇത് അവിടെ ഒന്ന് കണ്ടോ, ഏറ്റവും അറ്റത്തുനിന്ന് ഞങ്ങളിങ്ങനെ കവർ ചെയ്ത് ഇതിലേക്ക് ഇറങ്ങി ഈ ഒരു ഏരിയ ഫുൾ കവർ ചെയ്തിട്ടാണ് പറഞ്ഞ കേട്ടോ. ഇവിടുന്ന് പോരാൻ തോന്നണില്ല, അത്രയ്ക്ക് ഭംഗി. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഞങ്ങൾ നടന്നു. നല്ല രസമുണ്ട്. കുറേ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഞാൻ പോയി. ഞങ്ങളിത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാനും മടിയായിട്ട് ഇങ്ങനെ പതുക്കെ ഇറങ്ങാം. ദേ ഇത് നമ്മുടെ ഈ ഇല ഉണ്ടില്ലേ, ഇത് ഞാൻ 2 കൊമ്പ് വെറുതെ ഒടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് കാണാം കേട്ടോ. പിന്നെ ഞങ്ങൾ പോയവരെല്ലാവരും കൂടി അവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ പോകുന്നത്. പിന്നെ നമുക്ക് ആ മെയിൻ റോഡിലൂടെ തന്നെ നടന്ന് നമ്മുടെ റിസോർട്ടിലേക്ക് എത്താം.
നമ്മൾ പോയത് റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ആണെങ്കിൽ വന്നത് മെയിൻ റോഡിൽ കൂടെ തന്നെ അതിൻ്റെ ഫ്രണ്ട് സൈഡിലൂടെയാണ് വന്നത്. പിന്നെ ഞങ്ങളതിൽ നടന്നു. ശരിക്കും ആ റോഡിലൂടെയൊക്കെ നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. താഴെയൊക്കെ നല്ല കാടൊക്കെ കാണാമായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ദേവികുളത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. പിന്നെ നമ്മളവിടെ നടക്കാമെന്ന് പറയുമ്പോൾ കുറച്ച് മടിയുള്ള കാര്യമാണ് ഈ ഇത്തിരി ഹൈറ്റിലേക്കൊക്കെ നമ്മൾ നടക്കുക. പിന്നെ ഞങ്ങളവിടെ ഒരു ചേട്ടനെ കണ്ടു കേട്ടോ. ആ ചേട്ടൻ അവിടെ ഒരു ചിക്കൻ സെൻറ്ററും ഒരു വർക്ക്ഷോപ്പൊക്കെ ഉള്ളൊരു ചേട്ടനാണ്. പിന്നെ ആ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് എവിടെ ചെന്നാലും അവിടെ ഉള്ളവരോടൊക്കെ നമ്മൾ അറിയാവുന്ന ഭാഷയിലൊക്കെ സംസാരിക്കും. ചേട്ടൻ പകുതി മലയാളം പകുതി തമിഴാണ് പറഞ്ഞിരുന്നത്. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും തേയിലത്തോട്ടത്തിൽ നിന്നെടുത്ത ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചെടുത്ത എല്ലാ ഫോട്ടോസും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഫോട്ടോസായിരുന്നു. പിന്നെ അയാനെ കൊണ്ടുപോയില്ലാത്തതുകൊണ്ട് അയാൻ പരാതി പറഞ്ഞുകൊണ്ട് അയാൻ അടുത്ത ദിവസം ഞാൻ താഴെ വരെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പിന്നെ വണ്ടിയിൽ അടുത്ത സ്ഥലം കാണാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യും. അതുകൊണ്ട് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി റെസ്റ്റ് ഒന്നും എടുത്തില്ല, ലഞ്ച് കഴിച്ചു, തേയിലത്തോട്ടം പോയി കണ്ടു. ഉടനെ തന്നെ എല്ലാവരും കൊണ്ട് റെഡിയായി അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇപ്പോൾ എല്ലാവരും മൈക്കൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാട്ടൊക്കെ നമുക്ക് ഇതിലേക്ക് വെക്കാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചൊരു പരിവം. അതുകൊണ്ട് പിന്നെ എവിടെ നോക്കിയാലും തേയിലത്തോട്ടം മാത്രമേ ഉള്ളൂ. പിന്നെ അതേ ഞങ്ങളൊരു സ്ഥലത്ത് ഇറങ്ങി. സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ഞാൻ പേരറിയില്ല, എവിടെയോ ഇറങ്ങി ഞങ്ങൾ. അപ്പോൾ ആ സമയത്ത് എൻ്റെ അയാൻ ഇച്ചിരി ഇടഞ്ഞ് നിൽക്കുന്ന ടൈമായിരുന്നു. എന്തിനായിരുന്നു അതോ തേയിലകളുടെ ഉള്ളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അയാൻ എന്നോട് വഴക്കിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ കുറേ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് നോക്കി. ആ സമയത്തൊക്കെ അയാൻ മാറി നിന്നു, വഴക്കിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് ഞാനും ചേട്ടനും പിന്നെ കുഞ്ഞാറ്റയുടെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് വാങ്ങി. വിലയൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ ഒരു രസം മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ടേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം വാങ്ങി, പിന്നെ ചേട്ടനും വാങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞ് അയ്യാൻകുട്ടന് പച്ച കണ്ണട വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവന് ആ ഒരു കൂളിംഗ് ഗ്ലാസ് അതിന് വേണ്ടി മാത്രം വാശിയെടുത്ത് നിൽക്കായിരുന്നു കേട്ടോ. ഓൾറെഡി ഈ ചേട പോലത്തെ കണ്ണട വേണമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി മാത്രം വാശിയെടുത്ത്. അപ്പോൾ അത് വാങ്ങിക്കൊടുത്തപ്പോൾ ആളോക്കെ. പിന്നെ ഞങ്ങൾ കരിക്കും ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ കുറച്ചു നേരം നടക്കുകയൊക്കെ ചെയ്തു. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അവിടെ ഒന്നും കണ്ടതായി തോന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ റോട്ടിൽ ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന മാങ്ങയൊക്കെ അവിടെ നല്ല പാക്ക് ചെയ്ത് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചതിന് 300 രൂപയൊക്കെ വില പറഞ്ഞു. അതുകൊണ്ട് അത് അവിടെ വെച്ചിട്ടു. പിന്നെ ഞങ്ങൾ ആനയിറങ്കൽ ഡാമിലേക്കാണ് വന്നത്. ആനയിറങ്കൽ ഡാമിൽ വന്നിട്ട് അവിടെ പ്രത്യേകിച്ച് ആന ഇറങ്ങിയതും കണ്ടില്ല, കുതിര ഇറങ്ങിയതും കണ്ടില്ല, ഒന്നും ഇറങ്ങിയത് കണ്ടില്ല. പിന്നെ അവിടെ നല്ല വെയിലുണ്ടായിരുന്നു. വെള്ളം അവിടെ നിന്ന് കാണാനുള്ള കാഴ്ചകളൊക്കെ തന്നെ ഉള്ളൂ. നല്ല റീൽസൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു. പക്ഷെ റീൽസ് ചെയ്യാൻ ഞാനും അയ്യാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും അതിനൊന്നും റെഡി അല്ലായിരുന്നു. ആരും അതിന് പറ്റിയൊരു ടീം ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടെ. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തത് അവിടെ ആനക്കൂട്ടം വന്ന് വെള്ളം കുടിക്കാനായിട്ട് വരും, ആ ടൈമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആനക്കൂട്ടം എന്നത് നോക്കി നിന്നു. കുറേ സമയം നോക്കി, പക്ഷെ ആനക്കൂട്ടം വന്നില്ല. മറ്റേ സിനിമയിൽ പറയില്ലേ, ജ്യോതി വന്നില്ല, തീയും വന്നില്ല, ഒന്നും വന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് കുറേ സമയം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. ആനക്കൂട്ടം പക്ഷെ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ആനക്കൂട്ടത്തിനെ കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം സമയം വെയിറ്റ് ചെയ്യേണ്ട അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലേക്ക് പോയി. പിന്നെ അറിയാൻ പറ്റിയത് കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കുറേ ആനകൾ കൂട്ടായിട്ട് വന്ന് വെള്ളം കുടിച്ചത് കേട്ടത്. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. പിന്നെ സന്ധ്യ ഇരുട്ടാവണതിന് മുമ്പ് നമുക്ക് എത്താനുണ്ടായിരുന്നത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലേക്ക്, അവിടെയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 6:30 കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഗാർഡനിൽ വന്നപ്പോഴോ വണ്ടികളൊന്നും പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ദൂരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് നടന്നാണ് ഇതിൻ്റെ അടുത്തേക്ക് വന്നത്. ഇപ്പോഴേക്കും നമ്മളൊന്ന് ക്ഷീണിച്ചായിരുന്നു, രാവിലെ തുടങ്ങിയുള്ള യാത്രയല്ലേ. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു. 100 രൂപയാണ് അഡൾട്ട്സിന് വരുന്നത്, കുട്ടികൾക്ക് 50 രൂപ. ടിക്കറ്റ് എടുത്തു, നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി. നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത്. പക്ഷേ തിരക്ക് ഭയങ്കര ക്രൗഡഡ് ആയ കാരണം കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി.
നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോട്ടോസ് എടുക്കുന്നവർക്ക് ഭയങ്കര തിരക്കാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി ഫ്ലവേഴ്സൊക്കെ ഒരുപാട് ഫ്ലവേഴ്സ്, നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അത് എങ്ങനെയാണ് അവരത്ര നന്നായിട്ട് കീപ്പ് ചെയ്യണമെന്നറിയില്ല. പല വെറൈറ്റി, പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന പൂക്കളൊക്കെ നിറയെ പൂവുണ്ടായി നിൽക്കുന്നു. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക്, അപ്പന്മാർക്ക് അതിൽ നിന്ന് ഓരോ കമ്പ് പിടിച്ചുകൊണ്ട് വരണം എന്നാണ് ആഗ്രഹം. പക്ഷെ അങ്ങനെ പിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. പലതവണ നമ്മുടെ കൈ ഇങ്ങനെ ഒരു കൊമ്പെടുക്കായിരുന്നു അതിൻ്റെ കമ്പെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ട് നടാലോ എന്നൊക്കെ തോന്നി. പക്ഷേ അവിടെ സെക്യൂരിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ എന്ന് വെച്ചാൽ ഇതൊന്നും ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് നല്ല ടൈമൊക്കെ എടുത്ത് വേണം പോകാൻ. ഞങ്ങളുടെ ഫ്രണ്ടിൽ പോയത് ബീച്ചേട്ടൻ ഇങ്ങനെ ഓടുമായിരുന്നു. അവിടെ കാണാനുള്ള കാഴ്ചകൾ കണ്ട് പോകേണ്ടതിന് പകരം പുള്ളി നേരെ വൈകിയെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേ അങ്ങനെ പോയി. പിന്നെ ആളുടെ പുറകെ പോകാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് പരമാവധി കിട്ടാവുന്ന വീഡിയോസ് ഇങ്ങനെ എടുത്തു. അതൊന്നും ക്ലിയർ ആയില്ല, കാരണം ആളുടെ പുറകെ പോയില്ലെങ്കിൽ കൂട്ടം തെറ്റും. അതുകൊണ്ട് അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ്. നല്ല വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു, ഫോട്ടോസും ഇതിൻ്റെ അടുത്തൊക്കെ ഒന്നും. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ചുകൂടി ടൈമുള്ള സമയത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത് നേരത്തെ പോയിരുന്നെങ്കിൽ നമുക്ക് അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടായിരുന്നു, നല്ല പൂക്കളുടെ അടുത്തും ഒക്കെ നിന്നു. പക്ഷേ ഇതേ പോണ പോക്കുണ്ടോ, അത് ഒരൊറ്റ പോകായിരുന്നു. അതിൻ്റെ പുറകെ പോകണം. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ കയറിയില്ല. പിന്നെ അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്ന സ്ഥലത്തൊക്കെ നല്ല തിരക്കായിരുന്നു, ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുമായിരുന്നു. പിന്നെ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തു കേട്ടോ. അവിടെ മാത്രമേ എടുത്തുള്ളൂ ഫോട്ടോ. ബാക്കി ബൊട്ടാണിക്കൽ ഗാർഡനിൽ അത്രയും സ്ഥലങ്ങൾ, അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു ഫോട്ടോ പോലും അവിടെ നിന്ന് എടുത്തില്ല. ഒന്നാമത് രാത്രിയായി, 7 മണി കഴിഞ്ഞു, രാത്രിയായി, ഇരുട്ടായി. പിന്നെ എല്ലാവരും ക്ഷീണിച്ച് തുടങ്ങി. അതുകൊണ്ട് അതൊന്നും ആസ്വദിക്കാനുള്ള ഒരു താല്പര്യത്തിലേക്ക് വന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ പേര്, ഞങ്ങൾ കൂടെ പോയ ടീംസ് എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തു. പിന്നെ കുറച്ച് പേരൊക്കെ നിന്ന് എല്ലായിടത്തും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ആനയുടെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ നിന്ന് അയാൻ്റെ മാത്രം ഫോട്ടോ എടുത്തുള്ളൂ. അവിടെ നിന്നിട്ട് അയാൻ മൂഡ് ഓഫ് ആയിരുന്നു, അവൻ ടയേർഡായി തുടങ്ങിയായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും. പിന്നെ നമ്മൾ അവിടെ നേരെ പോയത് അവിടെ ഒരു എന്താ പറയുക, വാട്ടറിൻ്റെ ഒരു ഷോ ഉണ്ട്, മ്യൂസിക്കൽ ഷോ. ആ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാവർക്കും അവിടെ 7:30 മറ്റോ തുടങ്ങണ സമയത്ത് ചെയ്യണം. അവിടെ അപ്പോഴത്തേക്കും ഫുള്ളായിരുന്നു, ആളുകളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് കുറച്ച് അപ്പോൾ തന്നെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്താൻ പറ്റി. അത് നല്ലതായിരുന്നു. പിന്നെ നമ്മളിത് കണ്ടിട്ടുണ്ട് മുമ്പ്, അതുകൊണ്ട് എനിക്ക് അത്ര നമുക്ക് കണ്ടിരിക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒരു കണക്കിന് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തി. അവിടെ പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. കുളിച്ച് ഫ്രഷായിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ എപ്പോഴേക്കും വിയർക്കാനുള്ള ചൂടില്ലെങ്കിൽ പോലും നമ്മൾ അധികം ഞാൻ അങ്ങനെ തുള്ളാനൊന്നും നിന്നില്ല, കുറച്ച് നിന്ന് ഡാൻസൊക്കെ കളിക്കാണ്ടായുള്ളൂ. പിന്നെ എല്ലാവരും ക്യാമ്പ് ഫയറിന് എൻജോയ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. രാത്രി ആയപ്പോഴാണ് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്തത്. അങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവരവരുടെ റൂമിലേക്ക് പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മൂന്നാർ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഇന്നത്തെ മൂന്നാർ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇനി കിടന്നുറങ്ങിയിട്ട് നാളെ കുറേ ട്രിപ്പ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. നാളത്തെ പുതിയ വിശേഷങ്ങൾ, അതായത് മൂന്നാർ യാത്രയുടെ നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. ഇന്നിനി ഒരുപാട് ടൈമായി, 11 മണി കിടന്നുറങ്ങാം.